പുരോഗമന ചിന്താഗതിയിലേക്ക് വന്നത് ഒരു 39 അന്ന് ദേശവ്യാപകമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭണം ഗാന്ധിജിയുടെ നേതൃത്വം നടക്കുകയും കേരളത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടിട്ടൊരു കൊല്ലമാകുകയും അതിൻ്റെ പ്രസിഡൻ്റായ കുട്ടനാട് രാമകൃഷ്ണപിള്ള അഡ്വക്കേറ്റ് ഡുഗേഷ് ജോസഫും എന്നെ വന്ന് കണ്ട് അംഗമായി ചേരണമെന്ന് കോൺഗ്രസ്സിൽ അംഗമായിട്ട് ചേരണമെന്നുള്ളത് ആവശ്യപ്പെടുകയും അങ്ങനെയെന്ന് ഞാൻ ഈ കോൺഗ്രസിൻ്റെ യോഗങ്ങളിലൊക്കെ തന്നെ മിക്കവാറും പങ്കെടുക്കുകയും പ്രസംഗങ്ങൾ കേൾക്കാൻ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് കോൺഗ്രസ്സിനോട് താല്പര്യമുണ്ടെന്നുള്ള നിലയിൽ അവർ വന്നു. ഞാൻ മെമ്പറായിട്ട് ചേർന്നു. അതിനുശേഷം എൻ്റെ ജ്യേഷ്ഠൻ്റെ കടയിൽ ജൗളി മുറിച്ചു കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ യുദ്ധകാലത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഏതാണ്ട് 40 പുതിയ തൊഴിലാളികളെ ഫാക്ടറിയിലേക്ക് പ്രവേശിപ്പിക്കുന്നുവെന്നറിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ആയിട്ടുള്ള ആലപ്പുഴ സ്പിൻ വർക്ക് ഫാക്ടറിയിൽ ഞാൻ പ്രവേശിക്കുകയും അവിടെ ജോലിയിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് പുറത്തു വെച്ച് തന്നെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെടുകയും അതിൻ്റെ രേഖകൾ എനിക്ക് രഹസ്യമായി കൊണ്ടുതരികയും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നോടുകൂടി സ്കൂളിൽ പഠിച്ചിരുന്ന സ്നേഹിതന്മാർ നേരത്തെ തന്നെ സ്കൂൾ വിട്ടുപോയവർ ഫാക്ടറി പ്രവേശിച്ചവരും പാർട്ടിയായിട്ട് വന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ പിന്നീട് ഞാനുമായിട്ട് ബന്ധപ്പെടുകയും അവർ വഴി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ വിവിധ രൂപങ്ങളെപ്പറ്റി കോൺഗ്രസിൻ്റെ നയം, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം ഇതെല്ലാം തന്നെ വിശദീകരിക്കുന്ന രേഖകളും പുസ്തകങ്ങളും ഒക്കെ എനിക്ക് തരികയും ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ ബന്ധമുണ്ടായിരുന്നുകൊണ്ട് അന്ന് പാർട്ടി നിയമവിരുദ്ധമായിരുന്നെങ്കിലും നിയമവിരുദ്ധമായിരുന്ന പാർട്ടിയിൽ ഞാൻ പുറത്തു വച്ച് ഈ തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടാൻ വിഷമമുണ്ടായില്ല. അങ്ങനെ 1940 ട്രേഡ് യൂണിയൻ പ്രവർത്തനവും ഫാക്ടറി പ്രവേശിച്ചതിന് ശേഷം ട്രേഡ് യൂണിയൻ്റെ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തനത്തിൽ സജീവമാകുന്നതോടൊപ്പം തന്നെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുകയും പാർട്ടി പ്രവർത്തനങ്ങളിൽ പയ്യെ രഹസ്യമായിട്ട് നിയമവിരുദ്ധമായ പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തത്. അതാണ് ആരംഭം.